അത് നിങ്ങൾക്ക് മാത്രമേ ശ്രീ കൃഷ്ണദാസ്, ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഓണറേറിയം കൂട്ടി നൽകുവാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് 26,000-ഓളം ആശമാർക്ക് കൂട്ടി നൽകേണ്ടി വരും. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വ്യക്തമാകുന്നത് കൊണ്ടാണോ ഇപ്പോൾ ഇൻസെന്റീവ് അങ്ങനെ കൂട്ടി നൽകാതെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ടോ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്? അതല്ലെങ്കിൽ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഇവരുടെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ കഴിയുമെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ശ്രീ മഞ്ജുഷ് നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണിത്. ഞാനതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട അനിതകുമാരി സംസാരിച്ചത്. ഞാനത് അവരുടെ പ്രശ്നം അവർ സംസാരിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പിന്നെ കടക്കാതിരുന്നത്. ഇത് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, പല ഹെഡിങ്ങുകളിലായി കൊടുക്കുന്ന ഈ ഇൻസെന്റീവ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇത് കേരളത്തിൽ ചില വിഷയങ്ങളിൽ അതിൽ നടപടികൾ ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ ആ ഇൻസെന്റീവുകൾ കേരളത്തിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് TV പോലെയുള്ള അസുഖങ്ങളുടെ സർവേ നടത്തണം, അത് കേരളത്തിലില്ല. അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിലില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പല ഹെഡിങ്ങുകളിൽ കേരളത്തിൽ ഇപ്പൊ 18 ഹെഡിങ്ങുകളിൽ വരുന്ന ഇൻസെന്റീവുകളിൽ പലതും കേരളത്തിൽ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പൊതുവായ വിഷയങ്ങൾ കണക്കാക്കിക്കൊണ്ട് മാത്രമേ ഇൻസെന്റീവിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനോ അതിന് നടപടികൾ സ്വീകരിക്കാനോ കഴിയൂ. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അത് പഠിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ട അനിതകുമാരി അടക്കമുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ആശമാരുടെ സമരം അവർ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഒരു സാധാരണ സമരം തുടങ്ങുന്നു എന്നുള്ള നിലക്ക് അവർ ഏകദേശം ഒരു 8-10 ദിവസം മുന്നോട്ട് പോയപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹമോ അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ സംഘടനകളോ സാമൂഹിക സംഘടനകളോ പൊതുജനങ്ങളോ അതൊരു പരിധി വിട്ട് ശ്രദ്ധിച്ചിരുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ ആ സമരത്തിന്റെ ജെനുവിനിറ്റിയും അവർ നടത്തുന്ന സമരത്തോട് സർക്കാർ കാണിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും അവർ കാണിക്കുന്ന, നേരത്തെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ ആ സമര രംഗത്ത് നിൽക്കുന്ന ആളുകളെ അപഹസിക്കുക എന്ന് പറയുന്ന നടപടിയൊക്കെ വന്നപ്പോഴാണ് കൂടുതൽ അവർക്ക് ജനപിന്തുണ ഏറുകയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി 3 തവണയാണ് സമരപ്പന്തലിൽ പോയി അവരെ കണ്ടത്. മിനിസ്റ്റർമാർ ആരും ക്ഷണിച്ചത് കൊണ്ടല്ല, ആരുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ടല്ല. അദ്ദേഹം ആ സമരത്തിന് ഇരിക്കുന്ന, അത് കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇൻസെന്റീവ് കൊടുക്കുന്ന, അതിൽ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് അറിയാവുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയല്ലേ അദ്ദേഹം പോയല്ലോ 3 തവണ അവരെ കാണാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരോട് അനുഭവപൂർവ്വമായി അവരോട് ഇടപെടാൻ. അവർ പറഞ്ഞ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടു. അത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചു. ഇത് ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയമല്ല. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള ഏതാണ്ട് 11 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി കണക്കിലെടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മഞ്ജുഷെ, നേരത്തെ നമ്മുടെ ഈ ചർച്ചക്കിടയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ശരാശരി വരുമാനം അതിനാവശ്യമുള്ളത് 800 രൂപയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. 800 മുതൽ 810 രൂപ വരെ. അത് ഉത്തർപ്രദേശിലേക്കോ മധ്യപ്രദേശിലേക്കോ രാജസ്ഥാനിലേക്കോ വരുമ്പോ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോ ഇത് 350 രൂപക്കും 400 രൂപക്കും ഇടയിലാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു സാധാരണ ആൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള അവരുടെ വരുമാനത്തിന്റെ തോത്, ജീവിത നിലവാരത്തിന്റെ തോത് 700 രൂപക്ക് മേലെ ഉണ്ടെങ്കിലേ, എന്ന് പറഞ്ഞാൽ 810 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ 750 രൂപയാണ്, 700 രൂപയാണ് ഇപ്പൊ അവർ ചോദിക്കുന്ന തുക. അതിലേക്ക് പോലും എത്തുന്നില്ല. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളെ കേരളം കമ്പയർ ചെയ്യുമ്പോൾ, സംസ്ഥാന ഗവൺമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ, മന്ത്രിമാർ കമ്പയർ ചെയ്യുമ്പോൾ, ആശമാരുടെ എണ്ണത്തെ കുറിച്ച് പറയുമ്പോൾ, സമരത്തിൽ പങ്കെടുക്കുന്ന ആശമാരുടെ എണ്ണം ആകെ ഉള്ളതിന്റെ 1% ഉള്ളൂ, 1.5% ഉള്ളൂ എന്നൊരു മന്ത്രി പറയുമ്പോൾ, 1% പറയുന്ന ആളുകൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് കേൾക്കാനാണല്ലോ കേന്ദ്രമന്ത്രി 3 തവണ അവരെ പോയി കണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയത് കേന്ദ്രമന്ത്രി